ഇടവക്കൂറിലെ നക്ഷത്രങ്ങളിൽ ഏറ്റവും ആകർഷകമായ വ്യക്തിത്വത്തിനുടമകളാണ് രോഹിണിക്കാർ. കലയും സൗന്ദര്യവും സർഗാത്മകതയും നിങ്ങളുടെ സിരകളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. 2026 ഫെബ്രുവരി മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു മാസക്കാലം മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത വലിയ ഘട്ടത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. ശരീരത്തിന്റെ തണുപ്പിൽ നിന്ന് വസന്തത്തിന്റെ വർണ്ണത്തിലേക്ക് പ്രകൃതി മാറുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും മരവിച്ചിരുന്ന പല കാര്യങ്ങളും പൂത്തുലയാൻ പോകുന്ന സമയമാണിത്. ഈ ഫെബ്രുവരിയിൽ രോഹിണി നക്ഷത്രക്കാർക്ക് പ്രകൃതി നൽകുന്ന സൂചനകൾ വളരെ വ്യക്തമാണ്. ഉയർന്നെഴുന്നേൽക്കുക, പ്രവർത്തിക്കുക, വിജയിക്കുക. കഴിഞ്ഞ കുറെ കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾക്കും സാമ്പത്തികമായ ഇടുക്കങ്ങൾക്കും ഒരു അയവ് വരുന്നത് ഈ മാസം നിങ്ങൾക്ക് അനുഭവപ്പെടും. രോഹിണി നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനായതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. മനസ്സിനെ നിയന്ത്രിക്കാനും ഏകാഗ്രമാക്കാനും സാധിച്ചാൽ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. ജോലിസ്ഥലത്തെ സമ്മർദ്ദങ്ങൾക്കിടയിലും ബിസിനസ്സിലെ ലാഭനഷ്ടങ്ങൾക്കിടയിലും നിങ്ങൾ അന്വേഷിക്കുന്ന ആ സമാധാനം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഈ മാസം ലഭിക്കും. ബന്ധങ്ങളിൽ പുതിയ ഊഷ്മളത നിറയുന്ന സ്നേഹത്തിന്റെ പുതിയ ഭാഷ്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് ഈ മാസത്തെ പ്രത്യേകത. സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ ചില വഴിത്തിരിവുകൾ നിങ്ങളെ തേടിയെത്താം. അതൊരു പക്ഷേ പഴയൊരു നിക്ഷേപത്തിൽ നിന്നുള്ള ലാഭമാകാം, അല്ലെങ്കിൽ ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ഒരു വരുമാനമാകാം. എന്നാൽ വിജയങ്ങൾക്കിടയിലും അല്പം ജാഗ്രത പാലിക്കേണ്ട ചില മേഖലകളുണ്ട്. അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിച്ചേക്കാം. നിങ്ങളുടെ വാക്കുകൾക്ക് ഈ മാസം വലിയ മൂർച്ചയുണ്ടാകും. അത് മറ്റുള്ളവരെ മുറിപ്പെടുത്താതെയും എന്നാൽ നിങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കാനും എങ്ങനെ ഉപയോഗിക്കാമെന്നത് ഒരു കലയാണ്. ആത്മീയമായ ഒരു ഉണർവ് നിങ്ങളിൽ പ്രകടമാകും. ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം മനസ്സിന്റെ ശാന്തിക്കായി നിങ്ങൾ സമയം കണ്ടെത്തും. ഈ വീഡിയോയിലൂടെ നാം കടന്നു പോകുമ്പോൾ നിങ്ങളുടെ സാമ്പത്തികം, തൊഴിൽ, ദാമ്പത്യം, ആരോഗ്യം, ആത്മീയത എന്നിങ്ങനെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള വിശദമായ ഒരു ചിത്രം നിങ്ങൾക്ക് ലഭിക്കും. ഗ്രഹനിലകളുടെ സങ്കീർണതകളിലേക്ക് പോകാതെ തന്നെ സാധാരണക്കാരനായ ഒരാൾക്ക് തന്റെ ജീവിതത്തെ എങ്ങനെ ഈ മാസം ചിട്ടപ്പെടുത്താമെന്നതിനുള്ള ഒരു മാർഗരേഖയാണിത്. മാറ്റങ്ങളെ ഭയപ്പെടാതെ പുതുവർഷത്തിന്റെ 2ാം മാസത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് ഈ യാത്ര തുടങ്ങാം. 2026 ഫെബ്രുവരി മാസം രോഹിണി നക്ഷത്രക്കാർക്കായി കാത്തുവച്ചിരിക്കുന്ന വലിയ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗന്ദര്യമുള്ളവരായിരിക്കും. മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട്. സ്ഥിരതയുള്ള സ്വഭാവവും ലക്ഷ്യബോധവും ഇവരുടെ പ്രത്യേകതയാണ്. എന്നാൽ ചില സമയങ്ങളിൽ അമിതമായ പിടിവാശിയും വൈകാരികതയും ഇവരെ അലട്ടാറുണ്ട്. 2026 ഫെബ്രുവരി മാസത്തിൽ ഈ സ്വഭാവ ഗുണങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവരുടെ വിജയപരാജയങ്ങൾ. ഫെബ്രുവരി മാസം രോഹിണി നക്ഷത്രക്കാർക്ക് പല മേഖലകളിലും അപ്രതീക്ഷിത നേട്ടങ്ങൾ കൊണ്ടുവരും. കഴിഞ്ഞ കുറെ കാലമായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും ഈ മാസത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. കല, സാഹിത്യം, സാംസ്കാരിക രംഗം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം വലിയ അംഗീകാരങ്ങൾ ലഭിക്കും. പൊതുവേദികളിൽ പ്രശംസിക്കപ്പെടാനും അവാർഡുകൾ തേടിയെത്താനും സാധ്യതയുണ്ട്. കോടതി കേസുകളിലോ നിയമപരമായ മറ്റ് തടസ്സങ്ങളോ നേരിടുന്നവർക്ക് അനുകൂലമായ വിധി ലഭിക്കാനോ അല്ലെങ്കിൽ ഒത്തുതീർപ്പിലെത്താനോ ഉള്ള സാധ്യതയുണ്ട്. സമൂഹത്തിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും. പുതിയ സൗഹൃദങ്ങൾ വഴി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാം. സ്വാധീന ശക്തിയുള്ള വ്യക്തികളുടെ സഹായം നിർണായക ഘട്ടങ്ങളിൽ ലഭിക്കും. ദീർഘകാലമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ആഗ്രഹം സഫലമാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ഈ മാസം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ 2026 ഫെബ്രുവരി മാസം നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന മാസമായിരിക്കും. വരവും ചെലവും സന്തുലിതമായി കൊണ്ടുപോകാൻ സാധിക്കും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കാം. പഴയ കടബാധ്യതകൾ തീർക്കാൻ ഈ മാസത്തെ വരുമാനം സഹായിക്കും. ഓഹരി വിപണിയിലോ റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. എന്നാൽ എടുത്തുചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കണം. കൃത്യമായ പ്ലാനിങ്ങിലൂടെയുള്ള നിക്ഷേപം ഭാവിയിൽ വലിയ ലാഭം നൽകും. ആഡംബര വസ്തുക്കൾക്കും ഗൃഹോപകരണങ്ങൾക്കുമായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. ഇത് സാമ്പത്തിക നിലയെ സാരമായി ബാധിക്കില്ലെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നത് നല്ലതാണ്. കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവസാനിക്കുകയും നിങ്ങൾക്ക് അർഹമായ ഓഹരി ലഭിക്കുകയും ചെയ്യും. തൊഴിൽ മേഖലയിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുങ്ങും. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നു. മേലുദ്യോഗസ്ഥരുടെ പ്രീതി പിടിച്ചുപറ്റാൻ സാധിക്കും. സഹപ്രവർത്തകരിൽ നിന്നും പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കാം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഫെബ്രുവരി മാസത്തിൽ നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം വർദ്ധിക്കും. പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കാൻ ശ്രദ്ധിക്കുക. ഡിസൈനിങ്, സിനിമ, ഫാഷൻ, മീഡിയ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രോജക്റ്റുകൾ ലഭിക്കും. നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയ മികച്ച അവസരങ്ങൾ ഈ മാസം കൈവരും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അവരുടെ യോഗ്യതയ്ക്ക് അനുയോജ്യമായ ഉന്നത പദവിയിലുള്ള ജോലി ലഭിക്കാൻ ഈ മാസം സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന മാസമായിരിക്കും ഇത്. എങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പൊരുത്തക്കേടുകൾ മാറി സ്നേഹം വർദ്ധിക്കും. പരസ്പരം മനസ്സിലാക്കാനും പിന്തുണയ്ക്കാനും സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും.
ചെറിയ യാത്രകൾ ദാമ്പത്യ ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കും. മക്കളുടെ പഠനത്തിലോ തൊഴിലിലോ ഉള്ള പുരോഗതിയിൽ മാതാപിതാക്കൾക്ക് അഭിമാനം തോന്നും. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഈ മാസം ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യം നിലനിൽക്കും. ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന പിണക്കങ്ങൾ അവസാനിക്കും. വീട്ടിൽ ശുഭകർമ്മങ്ങൾ നടക്കാനോ വിരുന്നുകൾ സംഘടിപ്പിക്കാനോ സാധ്യതയുണ്ട്. മുതിർന്നവരുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ വേണ്ട സമയമാണ്. ചെറിയ അസുഖങ്ങൾ പോലും അവഗണിക്കാതെ വൈദ്യസഹായം തേടണം. രോഹിണി നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെ ദൈവവിശ്വാസം കൂടുതലായിരിക്കും. ഫെബ്രുവരി മാസത്തിൽ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ തീർത്ഥാടന യാത്രകൾ നടത്താനോ അവസരം ലഭിക്കും. ഇത് മനസ്സിന് വലിയ ശാന്തിയും സമാധാനവും നൽകും. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി യോഗ, ധ്യാനം എന്നിവയിൽ ഏർപ്പെടുന്നത് ഗുണകരമാകും. ആത്മീയ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കും. പാവപ്പെട്ടവരെ സഹായിക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാനുമുള്ള മനസ്സ് ഈ മാസത്തിൽ കൂടുതലായി കാണപ്പെടും. ഇത് നിങ്ങൾക്ക് വലിയ തോതിലുള്ള മാനസിക സംതൃപ്തി നൽകും. വിദ്യാർത്ഥികൾക്ക് ഈ മാസം വളരെ ഉന്മേഷദായകമായിരിക്കും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. വിദേശത്തോ ഇന്ത്യയിലെ പ്രശസ്തമായ സ്ഥാപനങ്ങളിലോ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് പ്രവേശനം ലഭിക്കാൻ സാധ്യതയുണ്ട്. PSC, ബാങ്ക് കോച്ചിംഗ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനം ചെയ്താൽ മികച്ച വിജയം നേടാൻ സാധിക്കും. സ്പോർട്സ്, ആർട്സ് എന്നിവയിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് സ്കൂൾ, കോളേജ് സ്ഥലങ്ങളിൽ വിജയിക്കാൻ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ രോഹിണിക്കാർ ഈ മാസം മിതത്വം പാലിക്കണം. ഭക്ഷണക്രമത്തിൽ കൃത്യത പാലിച്ചില്ലെങ്കിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉദരരോഗങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. അമിതമായ ആലോചനകളും ഉത്കണ്ഠകളും ഉറക്കക്കുറവിന് കാരണമായേക്കാം. രാത്രിയിൽ ലളിതമായ സംഗീതം കേൾക്കുന്നതോ പുസ്തകം വായിക്കുന്നതോ മനസ്സിനെ ശാന്തമാക്കും. കാലാവസ്ഥാ മാറ്റങ്ങൾ മൂലമുള്ള അലർജി, ജലദോഷം എന്നിവ ശ്രദ്ധിക്കണം. വാഹന ഉപയോഗത്തിൽ ജാഗ്രത വേണം. അമിത വേഗത ഒഴിവാക്കുക. വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ കൃത്യസമയത്ത് നടത്തുക. സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. നിങ്ങളുടെ തമാശകൾ പോലും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഇടയുണ്ട്. അത് അനാവശ്യ ശത്രുതയ്ക്ക് വഴിയൊരുക്കിയേക്കാം. പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുമ്പോൾ 2 തവണ വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ഇടനിലക്കാരെ അന്ധമായി വിശ്വസിക്കരുത്. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കി കാര്യങ്ങളെ ദീർഘവീക്ഷണത്തോടെ കാണുക. എല്ലാ കാര്യങ്ങളിലും ക്ഷമ പാലിക്കുന്നത് വിജയം ഉറപ്പാക്കും. സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുക. മറ്റുള്ളവരുടെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ നിങ്ങളെ തളർത്താൻ അനുവദിക്കരുത്. മാസത്തിന്റെ 1-ാം വാരം തൊഴിൽപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും. 2-ാം വാരം കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. സുഹൃത്തുക്കളുമായി ഒത്തുചേരാൻ അവസരമൊരുങ്ങും. 3-ാം വാരം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. യാത്രകളിൽ ശ്രദ്ധ വേണം. 4-ാം വാരം പ്രശസ്തി, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം, ശുഭവാർത്തകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. 2026 ഫെബ്രുവരി മാസം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെ മാസമാണ്. സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച നിലയിലെത്താൻ ഈ മാസം സഹായിക്കും. കുടുംബത്തിലെ ഐക്യവും ആത്മീയമായ ഉണർവും നിങ്ങൾക്ക് മാനസിക കരുത്ത് നൽകും. അനാവശ്യമായ വാശികൾ ഒഴിവാക്കി വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോയാൽ ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാസങ്ങളിൽ ഒന്നായി മാറും. ശുഭകരമായ കാര്യങ്ങൾക്കായി നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തിങ്കളാഴ്ചകളിൽ ഭഗവാൻ ശിവനെ ആരാധിക്കുന്നതും ഓം നമഃശിവായ മന്ത്രം ജപിക്കുന്നതും മനസ്സിനും ശരീരത്തിനും കൂടുതൽ ഊർജം നൽകും. ചന്ദ്രനെ സ്മരിച്ചുകൊണ്ട് ശുഭവസ്ത്രങ്ങൾ ധരിക്കുന്നതും വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് പൂജ നടത്തുന്നതും രോഹിണി നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്.